കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊഴിയാതെ വിറ്റഴിക്കാനുള്ള അനുമതി പാർട്ടി പിണറായിക്ക് നൽകിക്കഴിഞ്ഞു. ഈ സംസ്ഥാന സമ്മേളനത്തിൽ അക്കാര്യത്തിൽ തീരുമാനമുണ്ടായി. ആരായിരിക്കും സാർ ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുക? വളരെ പ്രധാനപ്പെട്ടതും കൗതുകകരവുമായ ഒരു ചോദ്യമായത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 2001-2003 ആ കാലഘട്ടത്തിലാണ് 99-ലെ വാജ്പേയി സർക്കാർ വന്ന ശേഷം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു പദ്ധതിയായിട്ട് വന്നു. അതിന്നും കേന്ദ്ര ഗവൺമെൻറ് തുടരുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത് നഷ്ടത്തിൽ പോകുന്നത് രാജ്യത്തിന് വലിയ നഷ്ടമായിട്ട് വന്നു. അപ്പോൾ ആ നഷ്ടം നികത്താനും അതിനെയൊക്കെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരാനും വേണ്ടി ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ബിസിനസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പണിയല്ല. അതെ, അത് സ്വാഭാവികമായും ചെയ്യേണ്ടവർ ചെയ്യട്ടെ. ഹോട്ടൽ നടത്താനും എയർലൈൻ നടത്താനും ഫാക്ടറി നടത്താനും ഒക്കെ സർക്കാർ പോകുന്നതിനെക്കാട്ടി നല്ലത് അതിന് കഴിവുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. യോഗ്യരായ ആൾക്കാർ അത് ചെയ്യട്ടെ. അങ്ങനെ ആ കമ്പനികളുടെ ഷെയർ ഷെയർ മാർക്കറ്റിലേക്ക് വിട്ടുകൊടുത്തു. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്തത്. ഇതിനെ അന്ന് തൊട്ട് ഇന്ന് രാവിലെ പോലും എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഏതെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷക്കാരോടോ നെഹ്റുവിയൻ ചിന്താഗതിയുള്ള കോൺഗ്രസ്സുകാരോടോ സോഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഉടനെ അവർ ചോദിക്കുന്നത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പൊതുമേഖല മുഴുവൻ വിറ്റു തൊലച്ചു. ഇത്രയും വലിയ വിഡ്ഢിത്തരം ആർക്കും പറയാൻ കഴിയില്ല. ഷെയർ മാർക്കറ്റിലേക്ക് ഷെയർ ഓഫർ ചെയ്യുന്ന വിറ്റ് തൊലയ്ക്കുകയൊന്നുമല്ല, അത് വേറൊരു സംഗതി, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് വരുന്ന വ്യത്യാസം ആ വിറ്റ് തൊലയ്ക്കൽ ഞങ്ങളും ചെയ്തു തുടങ്ങുകയാണെന്ന്, ആ വഴി ഞങ്ങളും സ്വീകരിക്കുകയാണെന്ന് സി പി എം തീരുമാനിച്ചു. ഇത് മാത്രമല്ല, സി പി എം പല കാര്യങ്ങളിലും ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വകാര്യ സർവകലാശാലയുടെ അല്ല, അത് ആദ്യം പറഞ്ഞ അതല്ലല്ലോ. BJP സർക്കാരിനെ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. നവഫാസിസ്റ്റ് അല്ല, അത് വേറെ. ഫാസിസ്റ്റ് അത് അവർ ഓരോരോ സൗകര്യം പോലെ അതിൻ്റെ വ്യാഖ്യാനം മാറ്റും. ഫാസിസ്റ്റ് അല്ലാന്ന് സമ്മതിച്ചു, അത് മതി. അതുകൂടാതെ തന്നെ ഇപ്പം ഹിന്ദുക്കളെടുത്തോട്ടും ചെറിയ ചെറിയ രീതിയിൽ അടുത്തു പോകുന്നൊരു സാഹചര്യവും കണ്ടുവരുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഹിന്ദു വർഗീയതയ്ക്ക് ഒപ്പം തന്നെ 1957-ലും 87-ലെ നിലയ്ക്കൽ സമരത്തിനും നിന്ന് വോട്ട് പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം എന്നുള്ളത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അറിയില്ല. 57-ലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 87-ലെ സി പി എം കൂടെ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന അംഗീകരിച്ച് പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരം പറയാൻ വേണ്ടി ഞാൻ വരുന്നത് അത് വേറൊന്നുമല്ല. ഇത് വിൽക്കാൻ തീരുമാനിച്ചാൽ ഇപ്പം രാവിലെ ഒരു ചോദ്യം ABC തന്നെ ഞാൻ കേട്ടു, KSRTC വിൽക്കുമോ? അപ്പോൾ KSRTC വിൽക്കുമെന്ന് സുനിൽജി ആണെന്ന് പറഞ്ഞപ്പോഴ് സുജാതൻ സാറും പറ്റും പറഞ്ഞത് KSRTC വിൽക്കാൻ സാധ്യതയുണ്ട്. KSEBക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് സാധ്യതയില്ല എന്നാണ് അവർ പോലും പറഞ്ഞത്. കാരണം അത് ലാഭത്തിലോടുന്നതാണ്. അപ്പോൾ തന്നെ മറുപടി വന്നു, ജനങ്ങളെ പിഴിഞ്ഞാണ് ലാഭത്തിലാക്കുന്നതെന്ന്. ഇവിടെ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. വിൽക്കാൻ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTC വരാം, KSEB വരാം, അതിന് വഴിയുണ്ട്. KSEBയെ 2 വർഷം പരിശ്രമിച്ചാൽ നഷ്ടത്തിലാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വല്ല പ്രയാസമുണ്ടോ? നഷ്ടത്തിലാക്കുക, വെടക്കാക്കുക, തനിക്കാക്കുക. ഈ തനിക്കാക്കുക എന്ന പ്രോസസ്സിലൂടെ ഞാൻ വരാൻ പോണ. ഇപ്പോഴീ ഒരാശയം കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നന്നാക്കാനൊന്നുമല്ല. ഇത് കുറിച്ച് വെച്ചോളൂ. ഞാനൊരു കാര്യം പറയുക. ഡീമോണിറ്റൈസേഷന് ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവർ വ്യക്തിപരമായും കൂട്ടമായും വ്യക്തിപരമായും പാർട്ടിപരമായും കൂട്ടി വെച്ചിട്ടുള്ള കള്ളപ്പണത്തെ മുഴുവൻ വെള്ളയാക്കുന്നതിന് പല വഴികളും നോക്കി. അതിലൊന്നായിരുന്നു പണം ഇവിടുന്ന് ഹവാല വഴി മാറ്റിയെടുക്കുക, ഗൾഫിലേക്ക് കൊണ്ടുപോവുക, അവിടുന്ന് സ്വർണമായിട്ട് തിരിച്ചു കൊണ്ടുവരിക. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അടിസ്ഥാന കാരണവും രീതിയും അതായിരുന്നു. മറ്റൊരു സംഗതി, അതിനുവേണ്ടി വ്യവസ്ഥാപിതമായ മാർഗം ഉണ്ടാക്കിയതാണ് കിഫ്ബി. ഇവിടുന്ന് പുറത്തു പോകുന്ന പണം ബിനാമിയായും അല്ലാതെയും
കിഫ്ബി വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സംവിധാനം. ആ കിഫ്ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേണും ഉണ്ട്, നല്ല ലാഭമുണ്ട്. അതും പാർട്ടിയിൽ നിന്ന് പണം പാർട്ടിക്കാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും അവർക്ക് വേണ്ടപ്പെട്ടവരുടെയും പണം പുറത്തു കൊണ്ടുപോയത് വെളുപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് കിഫ്ബി കൊണ്ടുവന്നത്. കിഫ്ബി വഴി പദ്ധതി, ആ പദ്ധതി കൊടുക്കുന്നത് ആർക്കാ? മറ്റേ ഇതുണ്ടല്ലോ, ആ ഒരു കമ്പനി ഉണ്ടല്ലോ, കോഴിക്കോട് കമ്പനി, ഊരാളുങ്കൽ കമ്പനി. ഊരാളുങ്കൽ കമ്പനിയിലേക്ക് ചെല്ലും ഈ പദ്ധതികളെല്ലാം. അപ്പോൾ കള്ളപ്പണം പുറത്തു കൊണ്ടുപോകുന്നു, കിഫ്ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഊരാളുങ്കലിൻ്റെ കോൺട്രാക്ട്, അതിൻ്റെ കിക്ക് ബാക്സ് മുഴുവൻ കിട്ടുന്ന ആർക്കാ? പാർട്ടിക്കാർക്ക് തന്നെ. അപ്പോൾ കൃത്യമായ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തു, ഒരു സൈക്കിൾ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇപ്പം കണ്ടൊരു മാർഗമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുക. ഇത് ഞാൻ പറഞ്ഞൊരു കാരണമുണ്ട്. ദേശീയ തലത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റൊഴിക്കൽ, കമ്പനിയല്ല, ഷെയർ ഒഴിവാക്കുന്നത് സുതാര്യമായ രീതി കൂടെയാണ്. ഓപ്പൺ മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ ഷെയർ ഓഫർ ചെയ്യുന്ന ആർക്ക് വേണേൽ വാങ്ങിക്കാം. പക്ഷെ ഇവിടെ ഇന്ന് പത്ര റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിബന്ധനകൾ വെക്കുമെന്നാണ്. ഏതാ ഇവിടുത്തെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഞങ്ങൾ നിബന്ധനകൾ വെക്കുമെന്ന്. അതിന്ന് വിശദീകരണം പറഞ്ഞിട്ടില്ല, അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടില്ല. ആ നിബന്ധനകളെന്ന് പറയുന്നത് പാർട്ടി സഖാക്കളിൽ കള്ളപ്പണം പലതരത്തിലും കുന്നുകൂടിയിട്ടുള്ള, അതിവിടെ നടത്തിയ അഴിമതിയുടെ ആവാം, ഇസ്ലാമിക തീവ്രവാദികളുടെ അടുത്തുനിന്നും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ നിന്നും കിട്ടിയതൊക്കെ ആവാം. അങ്ങനെ പലതരത്തിലും കുമിഞ്ഞുകൂടിയിട്ടുള്ള പാർട്ടി സഖാക്കൾക്ക് അവർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിലക്കെടുക്കുന്നതിനുള്ള അവസരമായി കൊടുത്തിരിക്കുന്നത്. KSRTC എന്നൊക്കെ പറഞ്ഞാൽ KSRTCയുടെ വണ്ടിയും ജീവനക്കാരും മാത്രമല്ല, കണ്ണായ സ്ഥലങ്ങൾ എത്രയോ കിടക്കുന്നു. അതുപോലെ സർവീസിന്റെ മേഖലയും കൂടിയാണ് കേരളത്തിൽ ഒഴിവാക്കാൻ വയ്യ സർവീസ് മേഖല. ഇതന്നെ KSEBയുടെ അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പദ്ധതിയിലുള്ളത് പാർട്ടി ഭരണം വിട്ടുപോയാൽ പോലും, ഞാൻ അടിവരയിട്ട് പറയുന്നു, പാർട്ടി ഭരണം വിട്ടുപോയാൽ പോലും പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ളവർക്ക് അവർ ഇതുവരെ ആർജിച്ച അഴിമതികളുടെ പണം, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള, മുതലിറക്കുന്നതിനുള്ള അവസരമായിട്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 4-5 കൊല്ലം കഴിയുമ്പം ഇത് പ്രാവർത്തികമാകുകയാണെങ്കിൽ കേരള സമൂഹം കാണാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലും ഭാരതത്തിലെ വരവ് തൊട്ട് തുടങ്ങിയാണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം. ഗാന്ധിയായിട്ട് പോലും ഇവർ തെന്നിയതും, ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പറയുകയൊക്കെ ചെയ്തത് പോലും ഗാന്ധി പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങളുടെ കണക്കെന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് പണം വരുന്നത്, നിങ്ങളുടെ പണം എങ്ങനെയാണ് ചിലവാക്കുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞു. അതാണ് അടിസ്ഥാനപരമായ തെറ്റുണ്ടായത്. ഇവർ തമ്മിൽ പാർട്ടിയെ ഗാന്ധിക്ക് ഉൾക്കൊള്ളാൻ വയ്യാതായി പോയിട്ട് ഒരു കാരണമാണ്, പല കാരണങ്ങളിലൊന്ന് സുതാര്യമല്ലാത്ത. അന്ന് തൊട്ട് തന്നെ നമുക്കറിയാം, അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് പല പേരിലും പണം ഒഴുകുകയായിരുന്നു ഇങ്ങോട്ട്. ഇംഗ്ലീഷുകാരോടും പണം വാങ്ങിച്ചു. ദേശാഭിമാനി പീപ്പിൾസ് ഡെമോക്രസിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്രിട്ടീഷുകാരുടെ പണം കൊണ്ട്. അതിനുശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പണം ഒഴുകുമായിരുന്നു. അതിനുവേണ്ടി ഫേക്ക് കമ്പനികൾ പോലെ ഉണ്ടാക്കി. ചൈനയിൽ നിന്ന് പണം ഒഴുകുന്നു, പാകിസ്ഥാനിൽ നിന്ന് പണം ഒഴുകുന്നു. ഈ പണത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ പോലെ കള്ളക്കടത്തിൽ ഇടപെടുന്നു, എല്ലാ തരത്തിലുള്ള കരിഞ്ചന്തകളിൽ ഇടപെടുന്നു. പാർട്ടി തന്നെ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, പാർട്ടി സഖാക്കൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് ഒരു കാര്യം അങ്ങേക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. സർവീസ് സംഘടനകളുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണ സംഘങ്ങളിൽ പോലും പാർട്ടിയുടെ ഭരണത്തിലാണെങ്കിൽ പാർട്ടി ഡയറക്ടർ ബോർഡിലുള്ള മെമ്പർമാർ, സ്വാധീനമുള്ളവർ അതിൽ നിന്ന് പണം അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയ പല പേരുടെ ലോണിൽ കയ്യിലാക്കും, അനധികൃതമായി ലോൺ എടുക്കും. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്പെക്കുലേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് പണം ഉണ്ടാക്കും. പലരും ഈ പണം തിരിച്ചടയ്ക്കുകയും ചെയ്യും. എങ്കിലും അവർക്ക് സ്പെക്കുലേറ്റീവ് മാർക്കറ്റിൽ ഇടപെട്ട്
പണം ഉണ്ടാക്കുന്നതിനുള്ള പണത്തിൻ്റെ മൂലധനത്തിൻ്റെ സോഴ്സായിട്ട് സഹകരണ ബാങ്കുകളെ മറ്റും ഉപയോഗിച്ചതാണ് ഇന്ന് ബാങ്കുകൾക്ക് മറ്റും ഈ അവസരം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്നു, ഇത് പാർട്ടിയുടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അഴിമതി കോൺഗ്രസ് നടത്തുന്നുണ്ട്. കോൺഗ്രസ് അഴിമതിക്ക് ഒരു രീതിയുണ്ട്, അത് വ്യക്തിപരമായ റിസ്ക്കാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ റഷ്യയിൽ വരുമാനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിക്ക് കേരളത്തിൽ ഭരണം കിട്ടിയപ്പം, ബംഗാളിൽ ഭരണം കിട്ടിയപ്പം, ത്രിപുരയ്ക്ക് ഭരണം കിട്ടിയപ്പം അഴിമതി ചെയ്യുന്നതിനുള്ള ഒരു വ്യവസ്ഥ അവർ സൃഷ്ടിച്ചെടുത്തു. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ PSC അംഗങ്ങൾക്ക് ശമ്പളം 5 ലക്ഷം കുറിച്ച് കൊടുത്തു, വേറൊരാൾക്ക് ശമ്പളം കൂട്ടി 10 ലക്ഷം കൊടുത്തു. പറയുന്നൊരു ന്യായമുണ്ട്, ഈ പണത്തിലെ ഭൂരിഭാഗവും പാർട്ടി ലെവിയായിട്ട് പോകുമെന്ന്. അത് തന്നെ തെറ്റ്. അതിനപ്പുറം വേറൊരു കാര്യമുണ്ട്, പാർട്ടിക്ക് ലെവിയായി കൊടുക്കുന്നതിൻ്റെ 10 മടങ്ങ് അല്ലാത്ത തരത്തിൽ അഴിമതിയായിട്ടും കൈക്കൂലിയായിട്ടും ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് കൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് ലാഭം, പങ്കെടുക്കുന്ന വ്യക്തിക്ക് ലാഭം. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നമ്മൾ പണ്ട് തിരുവനന്തപുരത്തൊക്കെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ, നേരം വെളുക്കുമ്പോൾ ലോറിയെ കുറച്ച് കയ്യും കാലും ഒടിഞ്ഞവരെയും അംഗഭംഗം വന്നവരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഓരോ മൂലയ്ക്കും കൊണ്ടിരുത്തും തണ്ടാൻ വേണ്ടി, ഭിക്ഷ യാചിക്കാൻ വേണ്ടി. അവരങ്ങനെ ഭിക്ഷ യാചിക്കും, വൈകുന്നേരം വരെ ഇരിക്കും, വല്ലതും കഴിച്ചേല കുടിച്ചേല ഇല്ലെങ്കിലായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മുതലാളിയുടെ വണ്ടി പിന്നെയും വരും, ഇവനെല്ലാം പിടിച്ചിട്ടോണ്ട് പോകും, ഇവൻ്റെ കയ്യിൽ കിട്ടിയത് മുഴുവൻ മേടിക്കും, കിട്ടാവുന്നത്ര മേടിച്ചില്ല അടിയും കൊടുക്കും, ഭക്ഷണം കൊടുത്തില്ലെന്ന് വരും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയുടെ സംവിധാനം ഇതാണ്. പാർട്ടി സഖാക്കൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ വർഗ ബഹുജന സംഘടനകളിൽപ്പെട്ടവരെ പോലും അഴിമതിക്കും ഇങ്ങനെയുള്ള കൈക്കൂലിക്കും മറ്റുമൊക്കെ പരമാവധി സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അത് കുറച്ച് അവർക്ക് കൊടുക്കും, കുറച്ച് പാർട്ടിയും ഷെയർ ചെയ്തെടുക്കും. ആ ഷെയർ ചെയ്യുന്നതിന് കൃത്യമായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ മറ്റൊരു രീതിയാണ് ഇപ്പം ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുക. വാങ്ങുന്നത്, അങ്ങ് ആദ്യം ചോദിച്ച ഉത്തരം, വാങ്ങുന്നത് പാർട്ടിയുടെ സഖാക്കൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മക്കൾ. ഇപ്പം മക്കളൊക്കെ തന്നെ വലിയ നിലയിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്ത് വന്നാലും കണക്ക് കൂട്ടി കിട്ടി വരുന്നത് പാർട്ടിക്കാർക്കായിരിക്കും, ഇല്ലേ? തീർച്ചയായിട്ടും. ആംബുലൻസിൻ്റെ കാര്യമാണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും, എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ആത്യന്തികമായിട്ട് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് പാർട്ടി നേതാക്കളുടെ മക്കളുമൊക്കെയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതിനെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തുല്യമല്ല, സുതാര്യമായിരിക്കില്ല. അഴിമതിയുടെ മറ്റൊരു വഴിയാണ്, പുതിയ ഒരു അഴിമതി സങ്കല്പമാണ്, സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും കൊണ്ടുവരാൻ പോരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.